പശ്ചിമ നിറഞ്ഞ മലം പ്രദേശത്ത് ഭംഗിയുള്ള മലയുടെ താഴെ സ്ഥിതി ചെയ്യുന്നതാണ് നല്ല ഗ്രാമമായ ഷിംല. ഈ ഗ്രാമത്തിൽ വസിച്ചു വരുന്നവളാണ് കമലി. കമലിക്ക് സ്വന്തമായ ഒരു വീടില്ല. അവൾ തന്റെ അച്ഛനമ്മ ചെറിയ അനിയനോടൊപ്പം ഗ്രാമത്തിന്റെ മൂലയിൽ ഒരു വാടക വീട്ടിൽ താമസിച്ചു വന്നു. ജീവിതം സാധാരണ ജീവിതമാണ്. നല്ല സന്തോഷം നിറഞ്ഞതായിരുന്നു. പക്ഷേ പണക്കഷ്ടം എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. ചേച്ചി, പറയൂ ഗോലു, എന്റെ അനിയൻ എന്താ വേണ്ടത്? അത് സ്കൂളിലെ എന്റെ ഫീസ് ഇതുവരെ അടച്ചില്ലല്ലോ. അതുകൊണ്ട് റിസൾട്ട് തരില്ലെന്ന്, എത്രയും പെട്ടെന്ന് ഫീസ് അടയ്ക്കണമെന്ന്. അതെയോ, ടീച്ചർ അങ്ങനെയാണോ പറഞ്ഞത്? ശരി, ടീച്ചറിനോട് വേഗം ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞേക്കേ. എന്തേ? കുടുംബത്തിനെ സഹായിക്കേണ്ട ആവശ്യം കാരണം ഗ്രാമത്തിലുള്ള ഒരു ഹോട്ടലിൽ ദി കോസി ഇൻമയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പാചകക്കാരിയോ വെയിറ്ററോ അല്ല, ഒരു ചെറിയ സഹായി, അത്രയേ ഉള്ളൂ. ടേബിൾ വൃത്തിയാക്കും, തറ തുടയ്ക്കും, പിന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യും. ആ ഹോട്ടലിന്റെ മുതലാളി ശർമ്മ സാർ നല്ല മനസ്സുള്ള ആളാണ്. അദ്ദേഹം കമലിയെ ഒരുപാട് ബഹുമാനിക്കും. പിന്നെ ജീവിതത്തിന്റെ പാഠങ്ങളും പറഞ്ഞു കൊടുക്കും. മോളെ കമലി, നീ ഇനിയും വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല, അത് കുറച്ച് ജോലി ബാക്കിയുണ്ടായിരുന്നു. ആദ്യം അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. നീ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നു കമലി. പക്ഷേ ഓർമ്മിച്ചോളൂ, ഈ ജോലി ചെയ്യുന്നതോടൊപ്പം നിന്റെ പഠിത്തത്തിനെയും ശ്രദ്ധയോടെ നോക്കൂ. അതുകൊണ്ട് നാളെ മുതൽ എല്ലാ ജോലിയും വേഗം തന്നെ തീർക്കൂ. എന്നിട്ട് വീട്ടിലേക്ക് പോയി പഠിക്കണം, ശരിയോ? ഒരുപക്ഷെ ഈ ജോലി കാരണം നിന്റെ പഠിത്തത്തിൽ നിന്റെ ശ്രദ്ധ പോയെങ്കിൽ അത് എനിക്ക് വളരെ കഷ്ടമായിരിക്കും. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം സാർ. ഒരു ദിവസം ആ ഹോട്ടലിന്റെ മുൻപിലായി ഭംഗിയുള്ള ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. രാഹുൽ വർമ്മ, ഒരു മികച്ച വ്യാപാരി. വ്യാപാരത്തിനുള്ള യാത്രയ്ക്കായി വന്നപ്പോൾ കമലിയുടെ ഹോട്ടലിൽ കഴിക്കാനായി എത്തി. കഷ്ടകാലം. അന്ന് പാചകക്കാരന് സുഖമില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള ജോലിക്കാരൊക്കെ നല്ല ബിസി ആയിരുന്നു. ശർമ്മ സാറിന് ആകെ വിഷമമായി. അദ്ദേഹത്തിനറിയാം, വർമ്മ സാറിനെ തിരികെ അയച്ചാൽ ഹോട്ടലിന്റെ പേര് ചീത്തയാകുമെന്ന് അദ്ദേഹം കരുതി. നമസ്കാരം വർമ്മ സർ, നിങ്ങളെ എന്റെ ഹോട്ടലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി ശർമ്മ സർ. ആക്ച്വലായിട്ട് നിങ്ങളുടെ ഹോട്ടൽ വളരെ വലുതായിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ ഹോട്ടലിൽ വളരെ അത്ഭുതമായ ഡിഷ് കളിക്കാൻ പോകുന്നു. തീർച്ചയായും വർമ്മ സർ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുക്കിന് സുഖമില്ലാതെ പോയി. അതുകൊണ്ട് അദ്ദേഹം... നിങ്ങൾ എന്താ പറയുന്നു? എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് കഴിക്കാതെ പോട്ടെ? ഒരുപക്ഷെ നിങ്ങളുടെ ഹോട്ടലിൽ സ്റ്റാഫ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ക്ലോസ് ചെയ്യാമല്ലോ. വർമ്മ സാറിന്റെ ദേഷ്യം കൂടിക്കൊണ്ടേ വന്നു. അപ്പോഴാണ് ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന കമലി ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവൾ ഉടനെ ശർമ്മ സാറിന്റെ അടുത്തേക്ക് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ക്ഷമിക്കണം സാർ, ഞങ്ങൾ കാരണം നിങ്ങൾക്ക് വലിയ കഷ്ടമായി. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ വേഗം നിങ്ങൾക്കുള്ള ആഹാരം റെഡിയാക്കാൻ പറയാം. ശർമ്മ സാർ, നിങ്ങളും വിഷമിക്കേണ്ട, ഇന്നത്തെ ആഹാരം ഞാൻ ഉണ്ടാക്കാം. നിനക്ക് ശരിക്കും പാചകം ചെയ്യാൻ അറിയുമോ? അതെ ശർമ്മ സാർ, ഞങ്ങളുടെ മുത്തശ്ശി ഒരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായി ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ അത് ഉണ്ടാക്കാം. ശർമ്മ സാർ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിനറിയാം കമലി അധ്വാനിയാണെന്ന്. പക്ഷെ ഇത്ര വലിയ കസ്റ്റമറിനെ പാചകം ചെയ്യുക എന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് വേറെ മാർഗമില്ലായിരുന്നു. ശരി മോളെ കമലി, ശ്രമിച്ചു നോക്ക്. കമലിയുടെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. അവൾ നേരെ പാചകമുറിയിലേക്ക് ഓടി ആവശ്യമായ സാധനങ്ങൾ എടുത്തു. പിന്നെ സന്തോഷത്തോടെ പാചകം ചെയ്യാൻ തുടങ്ങി. അവൾ മുള കൊണ്ടുള്ള മോമോസ് ചെയ്യാൻ തുടങ്ങി. ഒരു വ്യത്യസ്തമായ ആഹാരം. അത് അവളുടെ മുൻഗാമികൾ സിംല മലമ്പ്രദേശത്തുള്ളവർ എപ്പോഴും ചെയ്യുന്നതാണ്. അവർ വേട്ടയാടുന്നവരാണ്. കാട്ടിൽ മുള കൊണ്ടുള്ള കമ്പ് വെച്ചാണ് അവർ മോമോസ് ചെയ്യുന്നത്. അതിലൊരു സ്പെഷ്യലായ സ്മോക്കി ഫ്ലേവർ ഉണ്ടാകും. ശരി ചെഫ് കമലി, ഇപ്പോൾ നീ നിന്റെ കഴിവ് കാണിക്ക്. മുള കൊണ്ടുള്ള മോമോസ് റെഡിയാക്ക്. കമലി പച്ചക്കറികൾ മുറിച്ചു. അത് നന്നായി വൃത്തിയാക്കി പാചകം ചെയ്തു. അതിൽ മൈനസ്, ഷേഷ്വാൻ, ബ്ലാക്ക് സാൾട്ട്, പിന്നെ മസാലയും ഇട്ടു. എന്റെ ദൈവമേ, ഇത് മസാല നിറഞ്ഞ ഒരു രുചികരമാണ്. ശരി, ഇപ്പോൾ മൈദാമാവും റെഡിയാക്കാം. കമലി വേഗം മൈദാമാവ് റെഡിയാക്കി. അതിൽ പച്ചക്കറികൾ മിക്സ് ചെയ്തു. അതെല്ലാം അവൾ ആ മുളക്കമ്പിനകത്തേക്ക് നിറച്ചു. പിന്നെ മണ്ണുകൊണ്ട് മൂടി അടുപ്പത്ത് വേവിച്ചു. ആ മുളയിൽ നിന്നും മണം പുറത്തേക്ക് വരും തോറും ആ അടുക്കള മുഴുവൻ മണം വീശാൻ തുടങ്ങി. അതുകൊണ്ട് കമലിയുടെ കണ്ണുകളിൽ മുത്തശ്ശിയുടെ ഓർമ്മ വരാൻ തുടങ്ങി. അവരെപ്പോഴും പറയുമായിരുന്നു, മോളെ, ആഹാരം എന്നത് വയറ് നിറയാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, അത് സ്നേഹത്തെയും പാരമ്പര്യത്തെയും യോജിപ്പിക്കുന്ന ഒരു വഴിയുമാണ്.
ആഹാരം റെഡിയായതും തന്നെ കമലി ഉണ്ടാക്കിയ സ്പെഷ്യൽ മൊമോസ് വർമ്മ സാറിന് വിളമ്പി. അത് കണ്ടതും വർമ്മ സാറിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അടിപൊളിയാണ്, ഇത് കാണാൻ തന്നെ വളരെ രുചിയായിട്ടുള്ളതുപോലുണ്ട്. നന്ദി സാർ. വർമ്മ സാർ പതുക്കെ ഒരു മൊമോസ് എടുത്തു തന്റെ വായിൽ വെച്ചു. അദ്ദേഹത്തിന്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. വാവ്, അത്ഭുതമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, വളരെ രുചിയായിട്ടുണ്ട്. മോമോസിന്റെ രുചി അതിശയിപ്പിക്കുന്നതായിരുന്നു. അതിലുണ്ടായിരുന്ന മസാലയും മുളയുടെ വാസനയും മനസ്സിനെ ജയിച്ചു. കഴിച്ചതിന് ശേഷം അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, വാവ് കമലി, നിങ്ങൾ ശരിക്കും അത്ഭുതം ചെയ്തിട്ടുണ്ട്. നന്ദി സാർ, എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ ആഹാരം നിങ്ങൾക്ക് ഇഷ്ടമായി. ഷെടാ കൊല്ലാം കമലി, ശരിക്കും നീ വളരെ കഴിവുള്ളവളാണ്. ഇന്ന് നീ കാരണമാണ് എന്റെ മര്യാദ തപ്പിച്ചു. ശരിക്കും നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് കമലി. അയ്യോ, നിങ്ങൾ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു ശർമ്മ സാർ. ഇല്ല കമലി, ശർമ്മ സാർ ശരിയാണ് പറയുന്നത്. നിന്റെ കയ്യിൽ ശരിക്കും മാജിക് ഉണ്ട്. ശരി, നീ എന്താ ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ശർമ്മ സാറിന്റെ ഹോട്ടലിൽ പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നു. അതെന്റെ കുടുംബത്തിന് സഹായകരമാണ്. ഈ ചെറിയ വയസ്സിൽ നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു? അതെ സാർ, ഞങ്ങളുടെ കമലി വളരെ കഴിവുള്ളവളാണ്, പിന്നെ അധ്വാനിക്കുന്നവളാണ്. ആൾക്കാർ പറയുമല്ലോ, ആരാണോ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് ദൈവം അവരെ കഷ്ടപ്പെടുത്തുമെന്ന്. ഇപ്പോൾ കമലിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെ ഉണ്ട് സാറേ. പക്ഷേ അവളുടെ സ്ഥിതി ഇത്ര മോശമായിട്ടിരുന്നെങ്കിലും അവൾ എപ്പോഴും തോൽവി സമ്മതിച്ചിട്ടില്ല. എപ്പോഴും ധൈര്യത്തോടെ കഷ്ടത്തിനെ എതിർത്ത് പോരാടുന്നു. കമലിയുടെ അവസ്ഥ കണ്ടിട്ട് ശർമ്മ സാർ ഒരുപാട് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എത്ര നന്നായിരുന്നാലും ഒരു സമയത്ത് അദ്ദേഹവും കമലിയെ പോലെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച ആളാണ്. കമലിയുടെ കഥ കേട്ടതും അദ്ദേഹത്തിന് തന്റെ പഴയ ജീവിതം ഓർമ്മ വന്നു. വാവ് കമലി, നിന്നെ കുറിച്ച് എത്രയും പുകഴ്ത്തിയാലും അത് കുറവാണ്. എന്നെ ക്ഷമിച്ചേക്ക്. ഞാനിവിടെ വന്ന ഉടൻ തന്നെ നിങ്ങൾ രണ്ടുപേരെയും അവമാനിക്കുന്നത് പോലെ സംസാരിച്ചു. പക്ഷേ എനിക്ക് നിന്റെ സ്ഥിതി എന്റെ പഴയ ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചു. വർമ്മ സാർ ഉടനെ തന്റെ പോക്കറ്റിൽ കൈയിട്ടു കമലിക്ക് നല്ലൊരു എമൗണ്ട് സമ്മാനമായി നൽകി. നീ നിന്റെ കഴിവിനെ തീർച്ചയായും വളർക്കണം. മുന്നോട്ട് പോ. നീ നിന്റെ കല ഈ ലോകത്തിലേക്ക് ചേർക്കണം. തീർച്ചയായും സർ. കമലിയുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണുനീർ വന്നു. അവൾ അവിടെ നിന്നും ചെന്ന് തന്റെ അച്ഛനമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ പണം ഉപയോഗിച്ച് അവൾക്ക് വാടക കെട്ടാനായി, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായി, പിന്നെ മുള കൊണ്ടുള്ള മോമോസ് ചെയ്യാനായി കുറച്ച് കാശും എടുത്തു വെച്ചു. പതുക്കെ പതുക്കെ ഇക്കാര്യം ഗ്രാമം മുഴുവൻ അറിയാൻ തുടങ്ങി. ജനങ്ങൾ ഒരുപാട് ദൂരെ നിന്നൊക്കെ മുള കൊണ്ടുള്ള മോമോസ് കഴിക്കാൻ വന്നു. ദ കോസി ഇൻ ഹോട്ടൽ വളരെ ഫേമസ് ആയി മാറി. പിന്നെ കമലി ആ ഗ്രാമത്തിന്റെ ഹീറോ ആയി. ഈ കഥയിലെ പാഠം: അധ്വാനം, ആത്മവിശ്വാസം, തന്റെ പാരമ്പര്യ തൊഴില് കാരണം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനാകും. സിംബാപ്പൂർ നഗരത്തിൽ ആര്യൻ തന്റെ ഭാര്യ ജിയയുടെ കൂടെ മാത്രമല്ല തന്റെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും കൂടെ ജീവിച്ചിരുന്നു. ആര്യന്റെ ചേട്ടത്തി പ്രീതി ഗൗരവക്കാരിയായിരുന്നു. അവർക്ക് ഒട്ടും ഇഷ്ടമില്ല ആര്യനും ഭാര്യയും അവരുടെ വീട്ടിൽ താമസിക്കുന്നത്. അവൾ ദിവസവും തന്റെ ഭർത്താവ് സന്ദീപിനോട് അവരിവിടെ ജീവിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അനിയനും അവന്റെ ഭാര്യയും ഇവിടെ ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. അത് മാത്രമല്ല എനിക്ക് അതും ഇഷ്ടമില്ല, നിങ്ങളുടെ അച്ഛന്റെ സ്വത്തിൽ അവർക്ക് പങ്കു കൊടുക്കുന്നത്. ഞാനും ഇത് തന്നെയാ വിചാരിക്കണ പ്രീതി. അതിനാണ് ഞാൻ ഇന്ന് കോർട്ടിലേക്ക് പോയിട്ട് വന്നത്. പിന്നെ ഒരു വക്കീലിനെ കണ്ടുകൊണ്ട് അവർക്ക് പൈസ കൊടുത്ത് ഫേക്കായിട്ട് പത്രം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നന്നായിട്ട് എഴുതിയിരിക്കും, അച്ഛൻ മരിക്കണമെന്ന് മുമ്പ് എല്ലാ സ്വത്തും എന്റെ പേരിക്ക് എഴുതിയ പോലെ ഉണ്ടാവും. അത്ര തന്നെ. നാളെ രാവിലെ മാത്രമേ ഉള്ളൂ സമയം. ഓ അത് ശരി, എന്തൊരു നല്ലൊരു തീരുമാനമാണ് ഉണ്ടാക്കിയത്. ആര്യയും ജിയയും വളരെ നല്ല സ്വഭാവമുള്ളവരായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ജിയ തന്നെത്താൻ ചെയ്യുമായിരുന്നു. ആര്യനാണെങ്കിലോ തന്റെ അച്ഛന്റെ ബിരിയാണി കടയിൽ ജോലി ചെയ്യുമായിരുന്നു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. സന്ദീപും പ്രീതിയും ആര്യനെയും ജിയയെയും വീട്ടിൽ നിന്ന് തുരത്തി ഓടിച്ചു. ചേട്ടാ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചേച്ചി, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ എവിടേക്ക് പോകും? എവിടെ വേണമെങ്കിലും പോയി തൊലയാ, പക്ഷെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട. പിന്നെ ആര്യൻ, നീ ഇന്ന് തൊട്ട് ജോലിക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. ആ ബിരിയാണി കടയിന് അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടുപേരും പൊയ്ക്കോ, ചെന്ന് വേറെ ജോലി നോക്ക്. പക്ഷെ തിരിച്ചു വന്നേക്കല്ലേ, മനസ്സിലായോ? അങ്ങനെ താമസിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി ഉറങ്ങിക്കോ. ദരിദ്രരെല്ലാം അവിടെയല്ലേ പോയി ഉറങ്ങുന്നത്. ആര്യൻ തന്റെ ഭാര്യയെയും കൂട്ടി സിംബാപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കഴിക്കാനായി കുറച്ച് കാര്യങ്ങൾ വാങ്ങി.
ആ ദിവസം മുഴുവൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തങ്ങി. താമസിക്കാൻ ഒരു വീടില്ല, എവിടേക്കും പോകാനുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. നമ്മൾ ഇനി എങ്ങനെ ഭക്ഷണം കഴിക്കും? നമ്മുടെ കയ്യിൽ യാതൊന്നും ഇല്ലല്ലോ. നീ വിഷമിക്കണ്ട, നീ ഇവിടെ തന്നെ ഇരിക്കി, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ആര്യൻ കുറച്ച് ദൂരേക്ക് പോയി ജനങ്ങളോട് പിച്ച എടുക്കാൻ തുടങ്ങി. ഭക്ഷണം ഭക്ഷണം ആരെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരണേ. എന്റെ ഭാര്യ വിശപ്പോടെ ഇരിക്കുന്നു, ആരെങ്കിലും ഭക്ഷണം തരണേ, എന്തെങ്കിലും തരൂ. തന്റെ അവസ്ഥ ആലോചിച്ച് ആര്യൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അപ്പോഴൊരു ചെറിയ പെൺകുട്ടി ആര്യനോട് വന്ന് എന്താണ് പറഞ്ഞതെന്നോ? നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. ഞാൻ ടിഫിൻ എടുത്തുകൊണ്ടുവരാൻ മറന്നു. പിന്നെ അമ്മ എനിക്ക് ഇന്ന് ബിരിയാണി, പിന്നെ കൂട്ടുകാർക്ക് മോമോസ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്റെ ഭക്ഷണം നിങ്ങൾക്ക് തരാം. ഇവിടെ നോക്കുമ്പോളെ നിനക്ക് വളരെ നന്ദി. ദൈവം നിനക്ക് എപ്പോഴും തുണയായിരിക്കും. തീർച്ചയായും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് ആ വരുന്ന വഴിയിൽ ഒരു വൃദ്ധയായ സ്ത്രീ വളരെയധികം ദുർബലയായിരുന്നു. എല്ലാവരോടും ഭക്ഷണം ചോദിച്ചു. ആരെങ്കിലും എനിക്ക് ഭക്ഷണം താ, കാരണം എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ആര്യൻ അവരെ കണ്ട് അവിടെ നിന്നു. എന്നിട്ട് ആ വൃദ്ധയോട് പറഞ്ഞു, ഇവിടെ നോക്കാമേ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരാം. എന്റെ പങ്ക് ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ എനിക്ക് കുറച്ച് ഭക്ഷണം വേണം, കാരണം എന്റെ ഭാര്യ നല്ല വിശപ്പോടെ ഉണ്ട്. നിനക്ക് നല്ല മനസ്സാണ് മോനെ. നീ എത്രമാത്രം കഷ്ടപ്പെടുന്നു. അതുപോലെയാണ് കടലിൽ അന്വേഷിച്ച് മുത്ത് തേടി എടുക്കണമെന്ന് വെച്ചാൽ കയ്യിൽ എപ്പോഴും നമുക്ക് കല്ല് മാത്രമേ കിട്ടൂ. പക്ഷെ ഇന്ന് ഈ സമുദ്രത്തിൽ എനിക്കൊരു മുത്തിനെ ലഭിച്ചു. ആ വൃദ്ധയായ സ്ത്രീ പെട്ടെന്ന് ഒരു ദേവതയായി മാറി. ഏതു കുഞ്ഞ് നിനക്ക് ഭക്ഷണം തന്നാലും അത് ഞാനാണ് മോനെ. പട്ടിണി കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നീ എനിക്ക് ഭക്ഷണം തന്നു. ഇനി നിന്റെ ജീവിതത്തിൽ പട്ടിണിയൊന്നും ഉണ്ടാവില്ല. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം 2 മടങ്ങായി നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുക. നന്നായി പോകുമോനെ, നീ നല്ലപടിയായി മുന്നേറി വരും. ദേവത തന്റെ മന്ത്രിക ശക്തി കൊണ്ട് ആ സ്റ്റേഷനിൽ ഒരു കട ഉണ്ടാക്കി. അതിൽ മോമോസ് ബിരിയാണി എന്ന് എഴുതിയിരുന്നു. നാളെ മുതൽ നീ ഇതിൽ കച്ചവടം ചെയ്യണം. ഈ കടയിലാണ് നീ ജോലി ചെയ്യേണ്ടത്. ആരൊക്കെ നിന്റെ കൈകൊണ്ട് ബിരിയാണി കഴിക്കുന്നുവോ ആ രുചിയിൽ അവർ അടിമയായി മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി. ആര്യൻ ജിയയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നല്ലവർക്ക് എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാകൂ, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് നീതി. ഇപ്പോഴാണ് മനസ്സിലായത്. പിറ്റേ ദിവസം ആര്യയും ജിയയും ആ കടയിലേക്ക് പോയി. അവിടെ മോമോസ് ബിരിയാണി ചെയ്യാനായി 2 പെട്ടിയിലായി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനു മുകളിൽ ഒരു പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മോമോസ് ബിരിയാണി എങ്ങനെ ചെയ്യണമെന്നുള്ള റെസിപ്പിയും എഴുതി വെച്ചിരുന്നു. ഇവിടെ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ ബിരിയാണിനെ എല്ലാവർക്കും വിൽക്കണം. ഈ ബിരിയാണി പാവപ്പെട്ടവനും കിട്ടണം, പണക്കാരനും കിട്ടണം. ഈ ബിരിയാണി നമുക്ക് 5 രൂപയ്ക്ക് വിൽക്കാം. എന്തോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആര്യനും ജിയും മോമോസ് ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് ആ ബിരിയാണി റെയിൽവേ സ്റ്റേഷനിൽ 5 രൂപയ്ക്ക് കച്ചവടം ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കൊണ്ട് തന്നെ അവിടെ നിറയെ പേർ മോമോസ് ബിരിയാണി കഴിക്കാൻ എത്തിച്ചേർന്നു. ഇവിടെ നോക്കൂ മോനെ, നിനക്ക് വളരെ നന്ദി. ഈ പാവപ്പെട്ടമാരെ മനസ്സിലുകൊണ്ട് ഈ മോമോസ് ബിരിയാണി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അതോ 5 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളും പാവപ്പെട്ടവരാണ്. ജീവിതം എത്ര കഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ വിഷമിക്കണ്ട. ശരി, പറയൂ, നിങ്ങൾക്ക് കുറച്ച് ബിരിയാണി ഇടട്ടെ. അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ പതുക്കെ ആര്യയുടെയും ജിയയുടെയും മോമോസ് ബിരിയാണി സിറ്റി മുഴുവൻ ഫേമസ് ആകാൻ തുടങ്ങി. എല്ലാവരും അവരുടെ കടയിലേക്ക് 5 രൂപ മോമോസ് ബിരിയാണി കഴിക്കാൻ വന്നു. വലിയ വലിയ നഗരങ്ങളിലുള്ള വലിയ പണക്കാർ കൂടെ അവരുടെ കടയിലേക്ക് മോമോസ് ബിരിയാണി കഴിക്കാൻ വന്നു. എന്നിട്ട് അവർക്ക് ഒരുപാട് പണവും നൽകി. ഈ സംഭവം വളരെ പെട്ടെന്ന് തന്നെ സന്ദീപിന്റെയും പ്രീതിയുടെയും ചെവിയിലേക്ക് എത്തിച്ചേർന്നു. എന്താ ഇത്? ഞാൻ കേട്ടതെല്ലാം സത്യമാണോ? ആര്യയും ജിയയും വലിയ പണക്കാരായി മാറിയെന്ന്? വലിയ പണക്കാരൊക്കെ അവരുടെ കടയിൽ ചെന്ന് ബിരിയാണി കഴിച്ച് ഒരുപാട് പണം നൽകുന്നുണ്ടെന്നത് സത്യമാണോ? ആ, അറിയാം. എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളാണ് അവന്റെ അടുത്തുനിന്ന് എല്ലാം പറിച്ചത്. പക്ഷെ അവരിവിടുന്ന് കട തുറക്കാൻ എങ്ങനെയാ പൈസ വന്നത്? പിന്നെ ഇത്രയും പൈസ എവിടുന്നാ വന്നത്? അവര് ബിരിയാണി 5 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമുക്ക് 2 പേർക്കും ചേർന്ന് കണ്ടനാവണം പ്രീതി. പക്ഷെ അവര് നമ്മളോട് സംസാരിക്കുവോ?
നീ അത് എന്റെ അടുത്തേക്ക് വിട്ടേക്ക്. എന്റെ അനിയന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ മനസ്സ് പെട്ടെന്ന് അലിഞ്ഞു പോവും. അവന് എന്റെ മേലെ ദേഷ്യപ്പെടാൻ സാധിക്കില്ല. സന്ദീപും പ്രീതിയും ആര്യന്റെയും ജിയയെയും കാണാനായി അവരുടെ കടയിലേക്ക് ചെന്നു. ഇവിടെ നോക്ക് അനിയ, എന്നെ ക്ഷമിച്ചേക്ക്. ഞാനൊരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ജിയ, എന്നോട് ക്ഷമിക്കുമോളെ. ഞാൻ നിങ്ങളോട് ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്തിട്ടുണ്ട്. അയ്യോ ചേച്ചി, അതെല്ലാം നിങ്ങളെ വിടൂ. ഞങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തളർന്നില്ല. നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നില്ലേ? ഇപ്പൊ എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ കുടുംബം നമ്മളെ കൈവിടില്ലെന്ന്. സന്ദീപേട്ട, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മോമോസ് ബിരിയാണി കഴിക്കാൻ തരാം. ആര്യൻ 2 പേർക്കും മോമോസ് ബിരിയാണി കഴിക്കാൻ കൊടുത്തു. സന്ദീപ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് മോമോസ് ബിരിയാണിയുടെ കടയുടെ രഹസ്യത്തെപ്പറ്റി ചോദിച്ചു. ആര്യൻ തന്റെ ചേട്ടനെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞു. ചേട്ടാ, ഞങ്ങൾ എങ്ങനെയാണ് ഈ മോമോസ് ബിരിയാണി 5 രൂപയ്ക്ക് വിൽക്കണെന്ന് വെച്ചാ, ഈ കടയിൽ തന്നെ ഒരു 2 പെട്ടിയുണ്ട്. അതില് മോമോസ് ബിരിയാണി ഉണ്ടാക്കണ സാധനങ്ങളെല്ലാം ആ പെട്ടിന്റെ അകത്ത് വരും, താനെ വരും. പിന്നെ പേപ്പറില് മോമോസ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അതിലും ഉണ്ടാവും. അതുകൊണ്ട് ഈ മോമോസ് ബിരിയാണി കഴിക്കാൻ വളരെ രുചികരമാണ്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. മോമോസ് ബിരിയാണിക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങളിപ്പോ പോവാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടേക്ക് വരും. സന്ദീപും പ്രീതിയും വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞാൻ പറഞ്ഞില്ലേ, ആ ആര്യന് എന്റെ മേലെ ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന്. അവന്റെ അടുത്തുനിന്ന് എല്ലാ സത്യങ്ങളും എങ്ങനെ കേട്ടെന്ന് നീ കണ്ടതല്ലേ? ആ 2 പെട്ടിയും പിന്നെ ആ റെസിപ്പിയും അത് നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ മോമോസ് ബിരിയാണി വിൽക്കും, അതും കൂടുതൽ പണത്തിന്. ആലോചിക്ക ഭർത്താവേ, നമ്മുടെ കയ്യിൽ എത്രത്തോളം പണം വരും? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക്. ഞാൻ എപ്പോഴോ പ്ലാൻ ചെയ്യാൻ തുടങ്ങി പ്രീതി. ഇപ്പൊ നീ എന്റെ കൂടെ വന്നാ മാത്രം മതി. പിറ്റേ ദിവസം ആര്യനും ജിയയും തങ്ങളുടെ കട പൂട്ടി പുറത്തേക്ക് പോയി. ആ സമയത്ത് സന്ദീപും പ്രീതിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവരവിടെ വന്നത് ആ പെൺകുട്ടി അവരെ കണ്ടു. ആ പെൺകുട്ടിയാണ് ആര്യന് മോമോസും ബിരിയാണിയും കൊടുത്തത്. ഞാൻ വഴി മറന്നുപോയി അങ്കിൾ, എന്നെ ഒന്ന് സഹായിക്ക്. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിട്. പെണ്ണ്, ഇവിടുന്ന് ഓടിപ്പോ. ചെല്ലിവിടുന്ന്. വേറെ ആർക്കെങ്കിലും ചെന്ന് സഹായം ചോദിക്ക്. ഈ പെണ്ണ് എങ്ങനെ ഇവിടെ വന്നു? ഇത് നോക്ക്, വേഗം ഇവിടെ നിന്ന് പോ, വേഗം. ആ പെൺകുട്ടി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോയി. സന്ദീപും പ്രീതിയും ആര്യന്റെ മോമോസ് ബിരിയാണി കടയിലേക്ക് എത്തി. കണ്ടോ, ഇതാണ് ആ പെട്ടികൾ. ഇതിലാ രുചികരമായ മോമോസ് ബിരിയാണി ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെത്താനെ വരും. ദേ അവിടെ ഇരിക്കുന്ന പേപ്പറിലാണ് മോമോസ് ബിരിയാണി എങ്ങനെ ചെയ്യണമെന്നുള്ള കുറിപ്പുള്ളത്. എന്റെ അനിയന് എത്ര വലിയ പൊട്ടനാണ്! ഇത്ര വലിയ സാധനത്തിനെ ഇങ്ങനെ തുറന്നിട്ട് പോയിരിക്കുകയാണ്. എന്റെ അനിയന് ഒരു വലിയ ബുദ്ധിയില്ലാത്തവനാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഒരു വലിയ പണക്കാരനാവാൻ പോകുന്നത്. സന്ദീപും പ്രീതിയും ആ 2 പെട്ടികളും പിന്നെ ആ റെസിപ്പിയും എടുത്തു പോകാൻ ആരംഭിച്ചു. അപ്പോഴാണ് വഴിയിൽ ആ വൃദ്ധയായ സ്ത്രീയെ കണ്ടത്. അവർ ആ 2 പേരോടും സഹായം അഭ്യർത്ഥിച്ചു. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക്. ആരെങ്കിലും എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തരൂ. വല്ലാതെ വിശക്കുന്നുണ്ട്. മോനെ, പെട്ടിയില് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ മോനെ. ഇല്ല, നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. അവൻ ഇത്തരമൊരു കാര്യം പറഞ്ഞതും ആ വൃദ്ധയായ സ്ത്രീ ഒരു ദേവതയായി മാറി. എന്നിട്ട് അവരോട് 2 പേരോടുമായി പറഞ്ഞു, ഞാൻ 2 തവണ നിങ്ങളെ തടയാൻ വേണ്ടി ശ്രമിച്ചു നിങ്ങളെ പാപത്തിൽ നിന്നും മോചിതരാക്കാൻ വേണ്ടി. പക്ഷേ സ്വാർത്ഥത നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഈ പാപത്തിന് നിങ്ങൾക്കൊരിക്കലും മാപ്പ് കിട്ടുകയേയില്ല. നിങ്ങൾ പണക്കാരായി ജീവിക്കാൻ ആഗ്രഹിച്ചല്ലേ? നിങ്ങളിൽ നിന്ന് എല്ലാം ഞാൻ പറിച്ചെടുക്കുകയാണ്. കണ്ടപ്പോഴേക്കും നിങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചല്ലേ? ഇനി ജീവിതം മുഴുവൻ തവളകളെ പോലെ നിങ്ങൾ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കും. സന്ദീപും പ്രീതിയും 2 പേരും തവളകളായി മാറി. പിറ്റേ ദിവസം പ്രഭാതമായി. ആര്യൻ തന്റെ കട തുറന്നു. അപ്പോൾ ആ 2 പെട്ടികളും യഥാസ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, യാതൊന്നും സംഭവിക്കാത്തതുപോലെ. നഗരത്തിൽ പലയിടത്തും ആര്യൻ തന്റെ മോമോസ് ബിരിയാണി കട ആരംഭിച്ചു. അവർ തന്റെ ജീവിതം മനസമാധാനത്തോടെ ജീവിച്ചു.